ശ്രീ കേണൽ എസ് ഡിന്നി എന്താണ് ശരിക്കും ഛത്തീസ്ഗഡിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇവിടെ ഒരു അവ്യക്തതയുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയും മറ്റ് സഭകളും പറയുന്നത് കന്യാസ്ത്രീകളെ മനഃപൂർവ്വം ജയിലിൽ അടയ്ക്കുകയായിരുന്നു, അവിടെ ഒരു മനുഷ്യക്കടത്തും ഒരു മതപരിവർത്തനവും നടന്നിട്ടില്ല എന്നാണ്. ഇക്കാര്യത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്നത് അത് ശരിയായ കാര്യമല്ല എന്ന് സംസ്ഥാന BJPക്കും ഒരു തോന്നലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങോട്ടൊരു സംഘത്തെ അയക്കുവാൻ പോലും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവർക്കെതിരെ വേട്ട നടക്കുന്നുണ്ട്. ഇക്കാര്യം സംസ്ഥാന BJPയും സമ്മതിക്കുകയാണോ? നോക്കൂ, ഇതിനകത്ത് ശ്രീ മഞ്ജുഷ് ഫാദർ പറഞ്ഞ കാര്യങ്ങളിൽ ആ ഒരു ആശങ്ക അത് ഞാൻ കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് അദ്ദേഹം അത് പറയാൻ കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിറ്റ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ശ്രീ മഞ്ജുഷ് പറഞ്ഞ പോലെ ഇതൊരു നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ അറിയണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഒരു നീതി ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സംഭവം നടന്ന ഉടനെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരെല്ലാം അവിടുത്തെ ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആയാലും ശരി, അവിടുത്തെ മിനിസ്റ്റേഴ്സ് ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്നതിൽ പോലും മറ്റു സ്ഥലത്തു നിന്നുള്ള ഒരു ഇടപെടൽ, അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി, ആ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള ഇമീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യം നടന്നത്. രണ്ടാമതായിട്ട് ഇവിടുന്ന് നേരിട്ട് അറിയാം. ഇപ്പൊ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ അനൂപ് ആന്റണി നേരിട്ടായിട്ട് അദ്ദേഹം ഓൾറെഡി ഛത്തീസ്ഗഡിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ ആ എടുത്തൊരു നടപടി. കാരണം അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു. അത് എന്താണ് സംഭവിച്ചത്? കാരണം രണ്ട് വേർഷൻ വരുന്നത്, രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടുന്ന് പുറത്തു വരുന്നത്. ഒരു വർഷം ഫാദർ പറഞ്ഞ പോലെ രണ്ട് കന്യാസ്ത്രീകൾ അവർ രണ്ട് മേജർ, അതായത് മൈനർ അല്ലാത്ത രണ്ട് കുട്ടികളുമായിട്ട് അവർ പോവുകയായിരുന്നു. TTE പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുന്നു, അവർക്ക് കാണിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആ രീതിയിലുള്ള അവിടെ മറ്റേ ആക്ടിവിസ്റ്റ് ഒക്കെ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. കന്യാസ്ത്രീകളെ മജിസ്ട്രേറ്റ് മുന്നിൽ പോകുന്നു, അവരെ റിമാൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ വേർഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഒരു കുട്ടി അതായത് ആധാർ കാർഡ് ചോദിച്ചപ്പോൾ അവർ ആധാർ കാർഡ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒരു കുട്ടി അതിനകത്ത് റിപ്പോർട്ട് പറയുന്നു, ഞാൻ എന്റെ സമ്മതം ഇല്ലാതാണ് പോയെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു രീതി വരുന്നുണ്ട്. അപ്പൊ എന്താണ് സത്യത്തിൽ നടന്നതെന്നുള്ളത് അത് നമ്മൾ അറിയണം. ആ സത്യത്തിന്റെ കൂടെ ആയിരിക്കും ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇനി ഫാദർ പറഞ്ഞ പോലെ ഒരു കാര്യമാണ്, അതായത് ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ ഞാൻ മൂന്നേ ഉദാഹരണം മാത്രം പറയാം. കാരണം അത് കാണിക്കുന്നത് നമ്മുടെ നയം എന്താണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ അത് എക്സാമ്പിൾ സഹിതമാണ് ചെയ്യുന്നതെന്നുള്ള ഒരു മൂന്ന് എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, നമുക്കറിയാം ഒരു ഫാദർ അലക്സിസ് പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താലിബാന്റെ അണ്ടറിലായിരുന്നു. ആ താലിബാനിൽ നിന്ന് പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തിനെ അവിടെ സംസാരിച്ചു, അദ്ദേഹത്തിനെ അവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തെ അവിടുന്ന് താലിബാൻ പോലത്തുള്ള ഒരു ഭീകര സംഘടനയുടെ ഗ്രൂപ്പിൽ രക്ഷിച്ചുകൊണ്ട് 2015 ഇത് നടത്തുന്നുള്ളത്. ഇനി 2016 യമനില് വേറൊരു ഫാദർ ടോം ഉൾനലിൽ പറഞ്ഞ അദ്ദേഹം അവിടെ 4 നണ്ണുണ്ടായിരുന്നു. ആ 4 നന്മാരെയും വധിച്ചിരുന്നു യമനിലെ ISS. എന്നിട്ട് ഒമാൻ ത്രൂ ശ്രീ സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, അവർ സംസാരിച്ചു, പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു. ആ ഫാദറിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ പൗരനാണ്, നമ്മുടെ ആളാണ് എന്നുള്ളതാണ്. ഇനി ഇന്നലത്തെ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ കേൾക്കായിരുന്നു. അത് ബഹുമാനപ്പെട്ട നമ്മുടെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സർ ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ്, അതായത് ഷാർജയിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് 50 സെന്റ് അവിടുത്തെ രാജാവ് കൊടുക്കുകയായിരുന്നു. ആ 50 സെന്റ് അന്ന് അടൽ ബിഹാരി വാജ്പേയി, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി അത് കൊടുത്തത് IPC, ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അവർക്കാണ് കൊടുത്തത്. കൊടുത്തിട്ട് അവർ അവിടെ ചർച്ച് പണിയാൻ പറഞ്ഞു. ഉച്ച വരെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, ഉച്ച കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മറ്റ് സഭകൾക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെറും ഒരു 2-3 ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അതായത് ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നയം. ശ്രീ നരേന്ദ്രമോദി ആയാലും ശരി, അടൽ ബിഹാരി വാജ്പേയി ആയാലും ശരി, ബാക്കി ആരായാലും ശരി, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയാലും ശരി, ഇതാണ് നമ്മുടെ. പക്ഷേ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് പല സമയത്തും BJPക്ക് അതിന് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഇവിടെയും ബജ്രംഗ് ദളാണ് ഈ പരാതി നൽകിയതും തടഞ്ഞു വെച്ചതുമൊക്കെ. മഞ്ജുഷ്, അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, അതായത് എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒന്ന്. രണ്ടാമത് അവിടെ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. അതായത് അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അത് അവിടെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്തുകൊണ്ടാണ് അവിടെ ഈ ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 1968 കോൺഗ്രസിന്റെ സമയത്ത് കൊണ്ടുവന്നത്? അതിനു മുമ്പ് എന്താണ് അവിടെ ധാരാളം ട്രൈബൽ ഏരിയാസ് ആണ്.
ആ ട്രൈബൽ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ധാരാളം കേസസും മറ്റു കാര്യങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കാര്യമാണോ? ഞാനൊരു കാര്യം 2022 തോന്നുന്നു, അതായത് ഒരു ഹിന്ദു കാവി വസ്ത്രം ധരിച്ച ഒരു സന്യാസി ആൻഡ് അവരുടെ കൂടെ 2 പേര് മഹാരാഷ്ട്രയിലൂടെ ഗുജറാത്തിലേക്ക് പോകുന്ന വഴിക്ക് അവരെ തടഞ്ഞു നിർത്തി, അവരെ ആൾക്കൂട്ട വിചാരണ ഇതേപോലെ നടത്തി അവരെ കൊല്ലുകയായിരുന്നു. പോലീസിന് പോലും നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതും ഭാരതത്തിൽ തന്നെ നടന്നിട്ടുള്ളത്. അപ്പം ഇത് എന്താ പറയുക, ഏതെങ്കിലും ഒരു ഇതിന്റെ മാത്രമായിട്ടുള്ളതല്ല. ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. അതായത് ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള കാര്യമല്ല. പല സ്ഥലത്തും പല രീതിയിലുള്ള ആളുകൾ പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം, അതിനകത്ത് യാതൊരു സംശയമില്ല. അവിടെയൊക്കെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നടക്കുന്നില്ലേ? കേരളത്തിൽ ചർച്ചിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് നടന്നിട്ടില്ലേ? കേരളത്തിൽ ക്രിസ്ത്യൻസ് ഫാദർ ബിഷപ്പ്മാർ അഗേൻസ്റ്റ് ആയിട്ട് ഇവിടെ വധഭീഷണിയൊക്കെ മുഴങ്ങിയിട്ടില്ലേ? കേരളത്തിൽ ഇവിടെ ഒരു പ്രൊഫസറിന്റെ കൈ വെട്ടിയിട്ടില്ലേ ക്രിസ്ത്യൻ